കൃഷ്ണ ഗുരുവായൂരപ്പ. നമ്മളിന്ന് മണ്ണാറശാല ആയില്യമൊക്കെ വരികയാണ്. അപ്പോൾ അതിൻ്റെ ആ ക്ഷേത്രവും അതിൻ്റെ ചരിത്രമൊക്കെ ആയിട്ട് ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത്. നാഗദേവന്മാരുടെ ആരാധന കേന്ദ്രമായിട്ട് മണ്ണാറശാലയുടെ പരിണാമം ജമദഗ്നിയുടെ മകനും ഭൃഗുവിൻ്റെ പിൻഗാമിയുമായ പരശുരാമനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ക്ഷത്രിയന്മാരെ കൊന്ന പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി പരശുരാമൻ തീരുമാനിച്ചു. അദ്ദേഹം പുണ്യാത്മാക്കളായ ഋഷിമാരെയൊക്കെ സമീപിച്ചു. ബ്രാഹ്മണർക്ക് സ്വന്തമായി ഒരു ഭൂമി സമ്മാനമായി നൽകണമെന്ന് അവർ നിർദ്ദേശിച്ചു. സമുദ്രങ്ങളുടെ അധിപനായ വരുണദേവനെ, അതായത് കടലുകളുടെ അധിപൻ, പ്രീതിപ്പെടുത്തി തനിക്കായി കുറച്ച് ഭൂമി ലഭിക്കാൻ വേണ്ടി പരശുരാമൻ പറഞ്ഞു. അങ്ങനെ വരുണൻ ശിവൻ നൽകിയ തൻ്റെ പരശുരാമന് കൊടുത്തു. അങ്ങനെ ഭൂമി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് കടലിൽ എറിയാൻ വേണ്ടി ഉപദേശിച്ചു. അങ്ങനെ അദ്ദേഹം എറിഞ്ഞിട്ടാണ് ഇപ്പോൾ കേരളം ഉണ്ടായതെന്നൊക്കെ അറിയാലോ. അപ്പോൾ അതിൻ്റെ ബാക്കി പത്രം എന്നുള്ളത്, അങ്ങനെ കടലിൽ നിന്ന് രൂപപ്പെട്ട കേരളത്തിൽ ഉപ്പ് രസം കാരണം ആദ്യകാലത്ത് കേരളത്തിൽ വസിക്കാൻ പറ്റിയിരുന്നില്ല. പച്ചക്കറി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആളുകൾ ഇവിടുന്ന് താമസിക്കാൻ താല്പര്യപ്പെടാതെയായി. അപ്പോൾ ഇത് കണ്ടപ്പോൾ പരശുരാമന് ഭയങ്കര ദുഃഖമായി. അപ്പോൾ സർപ്പവിഷം എല്ലായിടത്തും വ്യാപിച്ചാൽ മാത്രമേ ലക്ഷ്യം സാക്ഷാത്കരിക്കൂ എന്ന് അതിനുള്ള ഏക മാർഗം നാഗരാജാവിനെ ആരാധിക്കുകയാണെങ്കിലും അതേപോലെ ശിവൻ ഉപദേശിച്ചു. അപ്പോൾ ആ ഉറച്ച ഇച്ഛാശക്തിയും എല്ലാറ്റിനും ഉപരി ആഗ്രഹമുള്ള യോഗിയായ പരശുരാമൻ കേരളം എല്ലാ വിധത്തിലും സമൃദ്ധവും മരങ്ങളും സസ്യങ്ങളും നിറഞ്ഞ നിത്യഹരിത സൗന്ദര്യമുള്ളതുമായ ഒരു നാടായി മാറുന്നത് കാണുന്നത് വരെ വിശ്രമിക്കില്ലെന്ന് തീരുമാനിച്ചു. ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതും എത്തിച്ചേരാൻ കഴിയാത്തതുമായ നാഗരാജാവിനെ പ്രീതിപ്പെടുത്താനായിട്ട് ശിഷ്യന്മാരോടൊപ്പം ഒരു വിജനമായ കാട് തേടി പുറപ്പെട്ടു. കേരളത്തിൻ്റെ തെക്കൻ ഭാഗത്തുള്ള കടൽ തീരത്തിനടുത്ത് അനുയോജ്യമായ ഒരു സ്ഥലം അദ്ദേഹം കണ്ടെത്തി. തൻ്റെ പ്രിയപ്പെട്ട സ്വപ്നം സാക്ഷാത്കരിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തിയതിൽ വളരെ സന്തുഷ്ടയായ അപ്പോൾ മഹാനായ ഋഷി തപസ്സിനായിട്ട് ഒരു തീർത്ഥസ്ഥലം നിർമ്മിച്ചു. തപസ്സിൽ സന്തുഷ്ടനായ ആ നാഗരാജാവ് പരശുരാമൻ്റെ മുൻപാകെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തയ്യാറായി. പരശുരാമൻ നാഗരാജാവിൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രാർത്ഥിച്ചു. തൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി നാഗരാജാവ് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ അപേക്ഷ സ്വീകരിച്ചു. അങ്ങനെ ജ്വലിക്കുന്ന കാളകൂട വിഷം വിതറാൻ ഉഗ്രസർപ്പങ്ങളുടൻ തന്നെ സ്ഥലത്തെത്തി. വിഷം സ്രവിച്ചതിനാൽ കേരളത്തിലെ ഭൂമി ഉപ്പുവെള്ളം അങ്ങനെ നീക്കം ചെയ്തു. അങ്ങനെ പച്ചപ്പ് കൊണ്ടുവന്ന് വാസയോഗ്യമാക്കി. തുടർന്ന് പരശുരാമൻ ഭഗവാനോടെ തൻ്റെ നിത്യസാന്നിധ്യത്താൽ ഭൂമിയെ എന്നേക്കുമായി അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചു. അങ്ങനെ ആ ദയാലുവായ നാഗരാജാവ് ആ പ്രാർത്ഥന സ്വീകരിച്ചു. അങ്ങനെ പ്രതിഷ്ഠിക്കുന്നത് എങ്ങനെ വെച്ചാൽ വളരെ ശുഭകരമായ ഒരു മുഹൂർത്തത്തിൽ പരശുരാമൻ പ്രകാരം ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ 3 രൂപങ്ങളിലുള്ള നാഗരാജാവിനെ മന്ദര വൃക്ഷത്താൽ ചുറ്റപ്പെട്ട തീർത്ഥസ്ഥലത്തിൻ്റെ തീർത്ഥാടന മണ്ഡപം പ്രതിഷ്ഠിച്ചു. അന്ന് മന്ദരശാല എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവൻ അനന്തൻ, വിഷ്ണുവിൻ്റെ രൂപൻ വാസുകി, ആത്മാവിൻ്റെ ശിവൻ എന്നിവയൊക്കെ പ്രതിനിധീകരിക്കുന്നു. നാഗദേവതകളായ സർപ്പയക്ഷി, നാഗയക്ഷി, നാഗചാമുണ്ഡി എന്നിവരുടെയും അവരുടെ സഹകാരികളുടെയും പ്രതിഷ്ഠ ഉചിതമായ സ്ഥലങ്ങളിൽ ശരിയായ ആചാരങ്ങളോട് നടത്തി. സാമം, അഭിഷേകം, അലങ്കാരം, നൈവേദ്യ സമർപ്പണം, നീരാഞ്ജനം, സർപ്പബലി തുടങ്ങിയ സർപ്പങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റ് ആചാരങ്ങളുടെയും വേദപാരായണത്തിൻ്റെയൊക്കെ ആലാപനത്തിൻ്റെയൊക്കെ അകമ്പടിയോട് കൂടിയിട്ട് പരശുരാമൻ നിർവഹിച്ചു. അതുവഴി തൻ്റെ എല്ലാ സർപ്പങ്ങളെയും സന്തോഷിപ്പിച്ചു. മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് പണ്ഡിതന്മാരെയൊക്കെ കൊണ്ടുവന്ന് ദുർഗയെയും മറ്റ് ദേവതകളെയൊക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിച്ചു. പൂജകൾ നടത്താൻ വേണ്ടിയിട്ട് താന്ത്രിക വിദഗ്ധരായ ബ്രാഹ്മണരെ നിയോഗിച്ചു. ക്ഷത്രിയർ, കർഷകർ, വൈദ്യന്മാരിൽ പരമോന്നതരായ അഷ്ടവൈദ്യർ എന്നിവരെയൊക്കെ നാമനിർദ്ദേശം ചെയ്തിട്ടാണ് ആ സ്ഥലത്തിൻ്റെ പവിത്രത കാത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരശുരാമൻ മഹേന്ദ്രപർവ്വതത്തിൽ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം മഹേന്ദ്രപർവ്വതത്തിലേക്ക്
തപസ് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ പരശുരാമൻ മഹേന്ദ്രപർവ്വതത്തിലേക്ക് പോയി. അതിനുശേഷം അവിടെ ബ്രാഹ്മണ കുടുംബങ്ങളൊക്കെ കുട്ടികളില്ലാത്തതിൻ്റെ ദുഃഖത്തിലകപ്പെട്ടു. ആ ദുഃഖഭാരം വന്നപ്പോൾ വളരെ വിഷമായി വാസുദേവനും ശ്രീദേവിയും തങ്ങളുടെ ദുഃഖം ശമിപ്പിക്കാൻ വേണ്ടി നാഗരാജാവിനെ തന്നെ ദൃഢനിശ്ചയത്തോടെ ആരാധിച്ചു. ഈ സമയത്ത് നാഗരാജാവിൻ്റെ വാസസ്ഥലത്തിന് ചുറ്റുമുള്ള കാട്ടിൽ തീ പടർന്നു. കാട് കത്തി നശിച്ചു. അഗ്നിജ്വാലകൾ സർപ്പങ്ങളെ പീഡിപ്പിക്കുകയും വളരെ പ്രയാസത്തോടെ അവരുടെ കുഴികളിൽ ഒളിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തു. വാസുദേവനും ശ്രീദേവിയും സർപ്പങ്ങളെ പരിപാലിച്ചു. അവരുടെ മുഖംമൂടികൾ കരിഞ്ഞുപോയും ശരീരം പകുതി കത്തിയതൊക്കെ ആയിട്ട് സർപ്പങ്ങളൊക്കെ ബോധമില്ലാതെയൊക്കെ താഴെ വീണു. അങ്ങനെ മധുരമുള്ള പുല്ലുകൊണ്ട് നിർമ്മിച്ച ഫാൻ ഉപയോഗിച്ച് അവർക്ക് ആ സർപ്പങ്ങളെ അവർ വളരെ സൗമ്യമായിട്ട് വീശി പരിചരിച്ചു. അതായത് ആ സർപ്പങ്ങളെയൊക്കെ ഇവർ വാസുദേവനും ഇവരും കൂടി നന്നായിട്ട് പരിചരിച്ചു. തേനും എണ്ണയും അതേപോലെ നെയ്യൊക്കെ ചേർത്ത് ചന്ദനത്തൈലും ഒക്കെ ഉണ്ടാക്കിയിട്ട് തണുപ്പിച്ച് ആൽമരങ്ങളുടെ ചുവട്ടിലൊക്കെ കിടത്തി അവരെ ശുദ്ധീകരണ ചടങ്ങുകളൊക്കെ നടത്തി കുഴികളൊക്കെ പ്രതിഷ്ഠിച്ചു. വീണ്ടും ദേവദാരു മരങ്ങളുടെ തണലിലും ചിത്രകൂടങ്ങളിലൊക്കെ പ്രത്യേക സ്ഥലങ്ങളിൽ അവരെ പാർപ്പിച്ചു. അപ്പോൾ ദമ്പതികൾ പഞ്ചഗവ്യം, പശുവിൻ്റെ പാല്, തൈര്, വെണ്ണ, മൂത്രം, ചാണകം എന്നിവയിൽ നിന്നുള്ള 5 വസ്തുക്കളുടെ മിശ്രിതം ഉപയോഗിച്ച് അഭിഷേകം നടത്തി. കാക്കപ്പൂച്ചകളുടെ കുലകൾ, സുഗന്ധമുള്ള പൂക്കൾ, കക്കപ്പൂക്കളുടെ കുലകളും സുഗന്ധമുള്ള പൂക്കൾ, വെള്ളം, ധൂപവർഗം തുടങ്ങിയൊക്കെ ഉപയോഗിച്ച് വളരെ വിപുലമായി തന്നെ പൂജകളൊക്കെ നടത്തി. ആ സമയത്ത് നാഗരാജാവ് അവർക്ക് പ്രത്യക്ഷനായി. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകനായിട്ട് ഭൂമിയിൽ അവതാരമെടുക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പുത്രദുഃഖം ഉണ്ടാവില്ല എന്നും ജീവിക്കാനുള്ള ഒരു മാർഗമായിട്ട് നിങ്ങളുടെ കുലം എന്നും നിലനിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് സൂര്യനും ചന്ദ്രനും മണ്ണാറശാലയിൽ സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം കാലം സ്ഥിരമായി താമസിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും എല്ലാതരം ഐശ്വര്യങ്ങളും ഉണ്ടാവുമെന്നൊക്കെ നാഗരാജാവ് അനുഗ്രഹം കൊടുത്തു. അങ്ങനെ ആ നാഗരാജാവാണ് ഉണ്ണിയായിട്ട് പിറന്നത് എന്നാണ് ഐതിഹ്യം. മണ്ണാർശാല ആയില്യം വരുന്നത് നവംബർ 12, 2025 ബുധൻ, തുലാമാസം 26-ാം തീയതിയാണ്. അപ്പോൾ കേരളത്തിലെ ആ പ്രധാന, അതായത് അതിപുരാതനമായ ഏറ്റവും അന്താരാഷ്ട്ര പ്രശസ്തമായ ആ ക്ഷേത്രമാണ് ഹരിപ്പാട്, ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന മണ്ണാറശാല ശ്രീനാഗരാജ ക്ഷേത്രം. മണ്ണാറശാലയിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് സ്ത്രീ പൂജിക്കുന്ന, അതായത് ബ്രാഹ്മണ സ്ത്രീ നയിക്കുന്ന അപൂർവ ക്ഷേത്രമാണ്. നാഗരാജൻ പുനർജന്മം സ്വീകരിച്ച ഇല്ലത്തെ അമ്മയിൽ ജനിച്ച് നിലവറയിലേക്ക് പോയപ്പോൾ അദ്ദേഹം തന്നെ തൻ്റെ അമ്മയ്ക്ക് ചില അവകാശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. അത് ഐതിഹ്യം പറയുന്നു. അമ്മ തന്നെ എന്നെ ആരാധിക്കണം എന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രം പുരുഷന്മാർക്ക് ആരാധന നടത്താം, അവസരം നൽകാം. അമ്മയുടെ കാലശേഷം കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ബ്രാഹ്മണ സ്ത്രീക്ക് അമ്മയുടെ പദവി ലഭിക്കും. അന്ന് മുതൽ അമ്മ ഈ ഉന്നത സ്ഥാനം ഏറ്റെടുക്കുന്നു. അതായത് അമ്മ ബ്രഹ്മചാരിണിയായിട്ട് ജീവിക്കുകയും തപസ് അനുഷ്ഠിക്കുകയും വേണമെന്നാണ് അവിടുത്തെ മണ്ണാർശാലയിലെ അമ്മ. ഏകദേശം 30,000-ഓളം നാഗപ്രതിമകളുണ്ട്. ഇത്രയും അധികം നാഗപ്രതിമകളുള്ള കേരളത്തിലെ ക്ഷേത്രമില്ല. ഒരേ ക്ഷേത്രമാണിത്. അതേപോലെ പ്രത്യേകമായിട്ട് നിർമ്മിക്കുന്ന മഞ്ഞൾ കുഴമ്പ് സർവ്വരോഗ സംഹാരിയാണെന്നാണ് വിശ്വാസം. അതുപോലെ ഉരുളി കമഴ്ത്തൽ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ്. ഉരുളി കമഴ്ത്തൽ സന്താന സൗഭാഗ്യത്തിനായിട്ട് ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തി ഉരുളി കമഴ്ത്തൽ വഴിപാട് നടത്തുന്നതാണ്. അവർക്ക് കാര്യസാധ്യം ഉണ്ടാവുന്നു. ദമ്പതികൾ താളമേളങ്ങളോടെ ക്ഷേത്രത്തിന് ചുറ്റും 3 പ്രദക്ഷിണം വെച്ച് ഉരുളി നാഗരാജാവിൻ്റെ നടയ്ക്ക് വയ്ക്കും. മേൽശാന്തി പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥന ഇവർ ഏറ്റുചൊല്ലി ദമ്പതികൾ ഇല്ലത്ത് ചെന്ന് അമ്മയെ ദർശിച്ച് ഭസ്മം വാങ്ങും. ഇവർ നടയ്ക്ക് വെച്ച് ഉരുളി പിന്നീട് അമ്മ നിലവറി കമഴ്ത്തി വയ്ക്കുന്നു എന്നാണ്. കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ദമ്പതിമാർ കുഞ്ഞുങ്ങളുമായി എത്തുമ്പോഴാണ് ഉരുളി നിവർത്തുന്നത് എന്നാണ് പ്രത്യേകം. അതൊരു വലിയ ഐതിഹ്യമായിട്ട് തന്നെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ മണ്ണാർശാല കാവിലെ ആയില്യം ഒക്ടോബർ 24 തിങ്കളാഴ്ച 1192 തുലാം 8 പരശുരാമ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ പറഞ്ഞല്ലോ ആദ്യം തന്നെ. അപ്പോൾ ഏറ്റവും വളരെ അധികം
പ്രാധാന്യം അർഹിക്കുന്ന ക്ഷേത്രമാണ്, സർപ്പക്ഷേത്രങ്ങളാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അവിടെ വന്ന് നാഗരാജാവിനെയും നാഗദൈവങ്ങളെയും അമ്മയൊക്കെ മണ്ണാറശാല അമ്മ രാജ്യത്തിൻ്റെ, അതായത് ആ നാടിൻ്റെ അമ്മ എന്ന് പറയപ്പെടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ആണ്. അത്രയ്ക്കും വലിയ ഐതിഹ്യങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും മണ്ണാറശാല നാഗരാജാവിൻ്റെയും അമ്മയുടെയൊക്കെ അനുഗ്രഹം ലഭിക്കാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്നുകൂടി ഞാനും പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.